നമസ്കാരം. നമ്മൾ 12ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ലോകമാസകലം യോഗയുടെ പ്രയോഗത്തിനും പ്രചരണത്തിനും വേണ്ടിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ശാസ്ത്രവിദ്യയുടെ വക്താക്കളായ ഭാരതീയരായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ ആഘോഷം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആനന്ദം നൽകുന്നു എന്നുള്ളതാണ്. ഇതുവരെ അതിന് കൃത്യവും ഗൗരവതരവുമായ ഒരു പ്രവർത്തനം നിത്യജീവിതത്തിൽ വരുത്തിയിട്ടില്ലാത്തവർ ഇപ്പോൾ മുതലെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഒരു 24 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നിന്ന് ഓരോ മിനിറ്റ്, ഒരു മണിക്കൂറിൽ നിന്ന് 1 മിനിറ്റ് വീതം എടുത്താൽ നമുക്ക് 24 മിനിറ്റ് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതാണ് യഥാർത്ഥത്തിലെ യോഗ തത്വം. 60 നാഴികകൾ ചേരുന്ന ഒരു ദിവസത്തിൽ നിന്ന് 1 നാഴിക നാം ഓരോരുത്തരും നമ്മുടെ യോഗ സാധനയ്ക്ക്, ശാസ്ത്രീയമായ പ്രായോഗികമായ യോഗ സാധനയ്ക്ക് മാറ്റിവെക്കുക. അതിൽ കൂടി നമുക്ക് ആന്തരികമായ ശക്തിയും ധൈര്യവും ശാന്തിയും സ്വയം ആർജിക്കാം. അങ്ങനെ ഓരോ വ്യക്തികളും ശാന്തശീലരും ശക്തിവാന്മാരുമായാൽ വ്യക്തികളുടെ മാറ്റം വീട്ടിൽ പ്രതിഫലിക്കും. വീടുകൾ മാറുമ്പോൾ അത് സമൂഹത്തിൽ പ്രതിഫലിക്കും. സമൂഹങ്ങൾ മാറുമ്പോൾ അത് ലോകത്ത് പ്രതിഫലിക്കും. ഇതാണ് ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് കണിയൻ പൂങ്കുன்றനാർ എന്ന് പറയുന്ന ഒരു സിദ്ധൻ നമ്മെ ഉപദേശിച്ചത്. ഈ വരുന്ന 12ാമത്തെ യോഗ ദിനമെങ്കിലും നമ്മെ ഓരോരുത്തരെയും ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല അന്താരാഷ്ട്ര യോഗ ദിനം ആശംസിക്കുന്നു. നന്ദി.